എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുവാകും. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും. എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും. ഉറക്കച്ചടവില്ലാത്ത എൻ്റെ കുട്ടികൾ ഇവയെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും എന്ന് കവി കടമനിട്ട പാടിയതുപോലെ സുൽത്താൻമാരാണെന്ന് സ്വയം അവകാശപ്പെടുന്ന നിങ്ങൾ എത്ര തന്നെ ഈ നാടിനെ ഉറക്കിക്കിടത്തിയാലും മാനവികതയുടെയും മതനിരപേക്ഷതയുടെയും പതാകയേന്തിയ ഒരു ജനത ഇവിടെ ചരിത്രം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ 45 വർഷം മേലാറ്റൂർ ജനതയ്ക്ക് വികസനം എന്നത് വെറും വാക്കുമാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് മേലാറ്റൂർ വികസനം എന്താണെന്ന് അനുഭവിച്ചറിയുകയാണ്. നമ്മുടെ നാടിനകത്തെ മാറ്റങ്ങൾ ഓരോന്നിൻ്റെയും ഏറ്റവും വലിയ സാക്ഷികൾ മേലാറ്റൂരിലെ ജനത തന്നെയാണ്. യുവജനങ്ങൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിച്ച ഭരണസമിതി, അംഗീകാരങ്ങളുടെ പട്ടികയിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ട ഭരണസമിതി, അയൽ പഞ്ചായത്തുകൾക്ക് മുമ്പിൽ എങ്ങനെയാവണം ഒരു പഞ്ചായത്ത് നേതൃത്വമെന്ന് വരച്ചുകാട്ടിയ ഭരണസമിതി, ഇത്തരത്തിൽ സമാനതകളില്ലാത്ത വികസനഗാഥകൾ രചിച്ച് മേലാറ്റൂരിലെ ഇടതുപക്ഷ ഭരണസമിതി 5 വർഷം പൂർത്തീകരിച്ച് അഭിമാനപൂർവ്വം പടിയിറങ്ങുകയാണ്. ഇനി വരുന്ന കാലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മേലാറ്റൂരിന്റെ വികസന ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും അഭിമാനത്തോടെ പറയാനാകും, നാളിതുവരെയുള്ള ഭരണസമിതികളിൽ മാതൃകാപരമായ നേട്ടങ്ങൾ സൃഷ്ടിച്ചത് ഇടതുപക്ഷ ഭരണസമിതിയാണെന്ന്. കഴിഞ്ഞ 50 വർഷത്തിൻ്റെ ചരിത്രത്തിൽ 82-ന് ശേഷം 6 മാസം CPM-ൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണം ഉണ്ടായി എന്നതൊഴിച്ചാൽ കഴിഞ്ഞ കാലങ്ങൾ അത്രയും UDF ആണ് ഈ പഞ്ചായത്ത് ഭരിച്ചത്. 2015-ലെ തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് CPIM-ൻ്റെ നേതൃത്വത്തിൽ കമലൻ ടീച്ചർ പ്രസിഡൻ്റായും സിദ്ദിഖ് വൈസ് പ്രസിഡൻ്റായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലും. ഈ ഭരണസമിതി കഴിഞ്ഞ 5 കൊല്ലക്കാലം മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള വലിയൊരു അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ്. വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഈ 5 കൊല്ലക്കാലത്തെ ഭരണം കഴിഞ്ഞ 40-45 കൊല്ലക്കാലത്തെ UDF-ൻ്റെ ഭരണത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ ഭരണത്തിനെ മാറ്റി മേലാറ്റൂരിൻ്റെ സമൂലമായ മാറ്റം പ്രത്യക്ഷമായി കാണിച്ചു കൊടുക്കുള്ള ഒരു ഭരണമാണ് കാഴ്ചവെക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ ടൗൺ ക്ലീൻ ഓഫ് എന്ന പദ്ധതി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടികൾ, പഞ്ചായത്തിലെ 14 അംഗനവാടികൾ നമുക്ക് പുതിയ കെട്ടിടങ്ങളാക്കി മാറ്റാൻ, ഹൈടെക് കെട്ടിടങ്ങളാക്കി മാറ്റാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ 3 അംഗനവാടികൾക്ക് സ്വന്തമായി ഭൂമിയും കെട്ടിടവും ഉണ്ടായിരുന്നില്ല. അതിന് ഭൂമി കണ്ടെത്താനും കെട്ടിടങ്ങൾ നിർമ്മിക്കാനും സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ്. അത് നവീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ 1ാം ഘട്ടം പണി പൂർത്തിയാക്കുകയും ഇനി അടുത്ത ഗാലറി, അതുപോലെ ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ സർക്കാരിനും കായിക വകുപ്പിനും നൽകിയിട്ടുണ്ട്. 5 വർഷം കൊണ്ട് 5 പതിറ്റാണ്ടിൻ്റെ വികസനം പൂർത്തിയാക്കിക്കൊണ്ട് നാളെ LDF-ൻ്റെ ഭരണസമിതി കാലാവധി പൂർത്തീകരിക്കുകയാണ്. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സമസ്ത വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് വളരെ കൂട്ടായ്മയോടുകൂടി ഈ പഞ്ചായത്തിലെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നന്നായി പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് വിലയിരുത്തുന്നത്. സമഗ്ര വികസന ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതികളാണ് കുടുംബശ്രീ പദ്ധതികൾ. അതുകൊണ്ട് തന്നെ ജില്ലയിലെ ഏറ്റവും നമ്പർ 1 കുടുംബശ്രീ പഞ്ചായത്ത് മാറി. മാത്രമല്ല, കുടുംബശ്രീയുടെ നേതൃത്വത്തിലെ കമ്മ്യൂണിറ്റി കിച്ചൺ, ഇപ്പോൾ ജനകീയ ഹോട്ടൽ, ബിഷപ്പ് രഹിത ഗ്രാമ പദ്ധതിയിൽ ജനകീയ ഹോട്ടൽ വളരെ നന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അംഗീകാരത്തിൻ്റെ 5 വർഷങ്ങളാണ് കടന്നു പോയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിന് ISO സർട്ടിഫിക്കേഷൻ ഈ അടുത്ത കാലത്താണ് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ലഭിച്ചത്. അതുപോലെ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമായിട്ടുണ്ട്. അതേപോലെ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ബാലസൗഹൃദ പഞ്ചായത്തായിട്ട് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മാറുന്നു. അതുപോലെ നികുതി പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന് നികുതി പിരിവ് വളരെയധികം മോശകരമായിട്ടുള്ള രീതിയിലായിരുന്നു. 30%, 32% നികുതിയാണ് പിരിച്ചെടുക്കുന്നത്. ആ സ്ഥാനത്ത്
നികുതി പരിഷ്കരണം നടപ്പിലാക്കുക മാത്രമല്ല 60 M² താഴെയുള്ള എല്ലാ വീടുകളുടെയും നികുതി 60 M² താഴെയുള്ള എല്ലാവരുടെയും നികുതി നമ്മൾ ഒഴിവാക്കി, പഞ്ചായത്ത് ഒഴിവാക്കി. അതോടൊപ്പം നികുതി 100% പിരിച്ചെടുത്തുകൊണ്ട് ഗവൺമെന്റിന്റെ അംഗീകാരം നമ്മൾ വാങ്ങുകയുണ്ടായി. അതിന്റെ ഗ്രാൻഡ് പഞ്ചായത്തിലേക്ക് കിട്ടി. അതേപോലെ ഗ്രാമപഞ്ചായത്തിലെ കക്കൂസില്ലാത്തവരുടെ വെളിയിട വിസർജന മുക്ത ഗ്രാമപഞ്ചായത്തായിട്ട് മാറി. എല്ലാവർക്കും ടോയ്ലറ്റ് പദ്ധതി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി. പബ്ലിക് ടോയ്ലറ്റുകൾ ആവശ്യത്തിന് ഉണ്ടാക്കി കൊടുത്തു. വിദ്യാലയങ്ങളിൽ ആവശ്യമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ, ശുചിത്വമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി. അങ്ങനെ ആ മേഖലയിലൊക്കെ തന്നെ ഏറ്റവും നന്നായി ഇടപെട്ടുകൊണ്ട് ഈ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് എല്ലാവരുടെയും അംഗീകാരവും അവരുടെ ആവശ്യമായ അംഗീകാരവും അവരുടെ ബഹുമതിയും നേടിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പൂർത്തീകരിക്കുന്നത് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഈ ഗ്രാമപഞ്ചായത്ത് നാളെ പണിയിറങ്ങുന്നത്. മാത്രമല്ല, ഈ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള എല്ലാ ആളുകളുടെയും നല്ല സഹകരണം ഗ്രാമപഞ്ചായത്തിന് 5 വർഷം ഉണ്ടായിട്ടുണ്ട്. യുവാക്കളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്, കുട്ടികളുണ്ടായിട്ടുണ്ട്, അംഗൻവാടി ടീച്ചർമാരുടെ നല്ല ഇടപെടൽ ഈ ഗ്രാമപഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട്, ആശാ പ്രവർത്തകരുടെ കിട്ടിയിട്ടുണ്ട്, ക്ലബ്ബ് പ്രവർത്തകരുടെ കിട്ടിയിട്ടുണ്ട്, കർഷകർ നന്നായിട്ട് മേഖല ഇടപെട്ടിട്ടുണ്ട്, പ്രവാസികളുടെ നല്ല സഹകരണം ഗ്രാമപഞ്ചായത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിലേറെ ഉപരി വ്യാപാരികളായിട്ടുള്ള നല്ല സുഹൃത്തുക്കൾ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടു കൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. 5 വർഷങ്ങൾ 5 പതിറ്റാണ്ടിൻ്റെ വികസനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു കാലഘട്ടം പടിയിറങ്ങുകയാണ്. നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് നിർലോഭമൊപ്പം നിന്ന മേലാറ്റൂർ ജനതയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. മേലാറ്റൂർ വളരും, നമ്മളിലൂടെ, ഇടതുപക്ഷത്തിലൂടെ.